ഇന്ന് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. അതിനായിട്ട് 6 ബ്രൗൺ ബ്രെഡാണ് ഞാൻ എടുത്തേക്കുന്നത്. ബ്രൗൺ ബ്രെഡോ വൈറ്റ് ബ്രെഡോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിനായിട്ട് പാത്രം വെച്ച് മീഡിയം തീയിൽ ബ്രെഡ് അതിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് മൊരിയിച്ചെടുക്കണം. ഒത്തിരി അങ്ങ് മൊരിയണമെന്നില്ല. ഇതിൽ ബട്ടറും എണ്ണയും ഒന്നും ഇടരുത്. പാനിൽ അതിൻ്റെ മയവും ഒന്നും പുരട്ടുകയും ചെയ്യരുത്. ഞാൻ 6 എണ്ണവും മൊരിച്ചെടുത്ത് ചെറുതായിട്ട് ഇതുപോലെ മൊരിഞ്ഞാൽ മതി. തൊടുമ്പോൾ ഉണങ്ങിയിരിക്കുന്നത് പോലെ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഇത് ചെറുതായിട്ട് പിച്ചി മിക്സിയിലിടാം. ഇത് 6 എണ്ണമല്ലേ ഉള്ളൂ, ഒറ്റ ട്രിപ്പായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. ഞാൻ 6 എണ്ണവും പിച്ചിയിട്ട് ഇനി ഇത് പൊടിച്ചു കൊണ്ടുവരാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒന്നുകൂടി പൊടിഞ്ഞു കിട്ടണം. ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകരുത്. ഇതുപോലെ ഒന്ന് കുലുക്കിയിട്ട് പൊടിച്ചെടുക്കാം. ഇങ്ങനെ കുലുക്കുന്നത് താഴെ ഉള്ളത് മേലെ വരാൻ വേണ്ടിയാണ്. താഴത്ത് പൊടിഞ്ഞിട്ടുണ്ടാവും, മേലെ ഉള്ളതായിരിക്കും പൊടിയാനുള്ളത്. ഞാൻ പൊടിച്ചു എടുത്ത് ഇപ്പോൾ ഇത് നല്ലതുപോലെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണം, ചെറിയ തരിതരി പോലെ. ഇനി ഇത് പാത്രം അടപ്പത്ത് വെച്ച് തീ കത്തിച്ച് ഇതിലേക്ക് പൊടിച്ചു വെച്ചേക്കുന്ന ബ്രെഡ് ഇട്ട് കൊടുക്കാം. ഇനി ഇളക്കിക്കൊണ്ടിരിക്കണം, കരിഞ്ഞു പോവരുത്. ഇതേപോലെ പരന്നിരിക്കുന്ന പാത്രമാണ് നല്ലത്. ചെറിയ ഉരുളിയോ അങ്ങനത്തെ പാത്രമാണെങ്കിൽ എളുപ്പം മൊരിച്ചെടുക്കാം. കൂടുതൽ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനാണെങ്കിൽ കുറേശ്ശെ ഇട്ട് മൊരിച്ച് എടുക്കുന്നതാണ് നല്ലത്. എല്ലായിടവും നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. തീ മീഡിയത്തിൽ ഇട്ടാൽ മതി. എല്ലാം പൊടിച്ചെടുക്കാനായതുകൊണ്ട് ബ്രെഡിൻ്റെ സൈഡൊന്നും കളയേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ മൊരിച്ചെടുക്കുന്നത് 1 വർഷം വരെ കേടുകൂടാതെ ഇരുന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞപ്പം ബാലൻസ് വന്നത് ചെറിയ ഒരു കുപ്പിയിൽ ഇട്ട് വെച്ചിരുന്നതാണ്. പക്ഷെ അത് മറന്നുപോയി. പക്ഷേ കേടൊന്നും ആയതേയില്ല. അങ്ങനെ മനസ്സിലായത് കേടുകൂടാതെ ഇത്രയും നാൾ ഇരിക്കുമെന്ന്. കുറച്ച് വാരി നോക്കണം. മൊരിഞ്ഞു തുടങ്ങുമ്പോൾ തീ ഏറ്റവും സിമ്മിലിട്ടിട്ട് വേണം ഇളക്കാൻ. ഇടയ്ക്ക് വാരി നോക്കണം. നല്ല ഉണങ്ങിയിരിക്കുന്നത് പോലാണെങ്കിൽ നനവൊന്നും ഇല്ലാതെ നമുക്കത് തൊട്ട് നോക്കുമ്പോൾ അറിയാം. അങ്ങനെയാണെങ്കിൽ ഇത് റെഡി ആയെന്നാണ്. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് നോക്കിക്കോണം. ഇതിപ്പം നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് വാരി നോക്കുമ്പോൾ അറിയാം. ഇനിയിപ്പം തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്താലും ആ പാത്രത്തിന് ചെറിയ ചൂട് കാണും. അതുകൊണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിനി ചൂടൊക്കെ പോകാൻ വേണ്ടി ഇരിക്കട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, പെട്ടെന്ന് ചൂട് പോകാൻ വേണ്ടിയാണ്. ചൂട് പോയതിന് ശേഷം നമുക്കിത് കുപ്പിയിലേക്ക് ഇട്ട് വെക്കാം. നല്ല വെയിലത്ത് വെച്ച് ഉണക്കി വെള്ളമയോ ഒന്നും ഇല്ലാത്ത കുപ്പിയായിരിക്കണം. ഇപ്പം ചൂടൊക്കെ മാറി നമുക്ക് ബോട്ടിലാക്കി വെക്കാം. ഇത് സമയം കിട്ടുമ്പോഴും ഉണ്ടാക്കി വെച്ചിരുന്നാൽ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് ഉപയോഗിക്കാം. അന്നേരം പിന്നെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ. കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് കുറേശ്ശെ എടുത്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഏകദേശം ഒരു 25 എണ്ണത്തിന് കാണും. കുറേശ്ശെ നമ്മളെടുത്ത് ഉപയോഗിക്കാൻ പറഞ്ഞത്. ബാലൻസ് വന്നു കഴിഞ്ഞാൽ അത് കളയാനേ കൊള്ളത്തുള്ളൂ, ഉപയോഗിച്ചതിൻ്റെ ബാലൻസ്. അതുകൊണ്ടാണ് കുറേശ്ശെ എടുത്ത് ഉപയോഗിക്കാൻ പറഞ്ഞത്. ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.